ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊൻ എന്താണ് സംഭവം? ഒരു സംഭവമില്ല. അല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ മോൻ വെറുപ്പിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? അമ്മയോട് ചെന്ന് ചോദിക്കും. നീ പറ, എന്താണ് സംഭവം എന്ന് പറ. അമ്മ വെറുതെ കിടന്ന് എന്നോട് തട്ടിക്കേറാ. ചുമ്മാ തട്ടിക്കയറുന്നു. കാര്യം എന്താന്നൊക്കെ അമ്മയോട് തന്നെ നേരിട്ട് ചെന്ന് ചോദിച്ചാൽ മതി. അമ്മയോട് ചോദിക്കാതെ നീ തന്നെ പറ, എന്താണ് പറയാന്ന് പറ. എനിക്ക് അറിയത്തില്ലെന്ന്. വെറുതെ എന്നോട് മെക്കിട്ട് കയറാ. ഒരു കാര്യമില്ലാതെ അമ്മ നിന്റെ അമ്മക്കിട്ട് കയറുന്നത് എന്താ പറഞ്ഞിട്ട് വിശ്വാസമല്ലേ? എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ അമ്മയ്ക്ക്? എനിക്കറിയത്തില്ല. ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അമ്മേനെ കടിച്ചു തിന്നാൻ വന്നു. കടിച്ചതിന് എന്താ ബട്ടർ ബന്നാ? പോയി അവിടുന്ന്. പിന്നെ സംഭവം എന്താണെന്ന് പറ. എനിക്ക് തോന്നുന്നു അമ്മ എന്റെ അടുത്ത് അമ്മായിയമ്മ പോലെ ഇറക്കുന്നതാണ്. അമ്മായിയമ്മ പോര്. എന്റെ അടുത്ത് തന്നെ അമ്മായിയമ്മ പോര് എടുക്കുന്നത് കണ്ടോ? ഞാൻ പറഞ്ഞ വിശ്വാസമില്ല അല്ലേ? ചേട്ടത്തി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ടോ കണ്ടോ കണ്ടോ, അവന് വരെ മനസ്സിലായി. നിന്റെ അടുത്ത് അമ്മ എന്തെങ്കിലും പറഞ്ഞാ? ആ, ചേട്ടത്തി അമ്മയുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അമ്മയുടെ തനി സ്വഭാവം കാണുമെന്ന് ഇവിടെ ഒന്ന് പറയാൻ അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞു. കണ്ടോ ഉത്തോണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ അമ്മയോട്? ഒരുമാരത്തെ തുരുമ്പ് സ്വഭാവം കാണിക്കല്ലേ. എന്റെ ചേട്ടൻ ഞാൻ തുരുമ്പ് സ്വഭാവം ഇറക്കിയിട്ടില്ല. അമ്മച്ചി ഒരു കാര്യം ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞു, ഞാൻ വന്ന് പറഞ്ഞു. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അമ്മയ്ക്ക് എന്നോട് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നിന്റെ അടുത്ത് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അമ്മ വന്ന സമയം പോലെ നിന്റെ അടുത്ത് എന്തെങ്കിലും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് പെരുമാറി പലപ്പോഴും അമ്മേനോട് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അച്ചാറിന്റെ എന്തോ കേസാന്ന്. അച്ചാറ് അതെന്താണ് നീ പറ. അതല്ലേ പറയാൻ വരുന്നേ. പറയും. അത് ഒരു കുപ്പി അച്ചാറ് മൊത്തം പൂപ്പലെടുത്തിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ചാറിന്റെ കുപ്പി തുറന്നിരിക്കായിരുന്നു. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാർ മൊത്തം പൂത്തു പോയല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും ഈ നിസ്സാര കാര്യത്തിനാണ് അമ്മ ഇങ്ങനെ കാണിച്ചത്. ഇത് മറ്റേ തന്നെ കേട്ടോ, അത് അമ്മായിമ്മ പോര് തന്നെ. ഞാൻ പറഞ്ഞില്ലേ അമ്മായിമ്മ പോര് തന്നെ. ചെറുക്ക ഒരുമാരത്തെ തുരുമ്പറക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നേട്ട, ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും തുരുമ്പറക്കെന്ന് പറഞ്ഞതിന് ഇതാണ് നല്ല കാര്യം. എന്റെ ചേട്ടാ, എന്റെ കല്യാണമായി വരുമല്ലേ. അപ്പൊ അമ്മായിമ്മ പോര് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. കോമ്പറ്റീഷൻ ആയിട്ടാണല്ലോ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കുറച്ചെങ്കിലും ഈ വീട്ടിൽ എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവനേ ഉള്ളൂ. അതാണ് ചേട്ടത്തി, അതാണ് ചേട്ടത്തിക്ക് അത് കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇത് അമ്മായിമ്മ പോര് പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ. ചേട്ടത്തി ഒരു കാര്യം അടിച്ചു നോക്ക്. ചേട്ടത്തി ഇവിടെ ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ ചേട്ടത്തി ഇവിടെ ഉള്ള ദിവസം അമ്മ എന്തെങ്കിലും ചേട്ടത്തി അടുത്തേക്ക് അമ്മയെ പോര് ചെയ്തിട്ടുണ്ടോ? അമ്മ ചേട്ടത്തി അടുത്ത് എന്തെങ്കിലും ഒരു അമ്മായിമ്മ പോര് കാണിച്ചിട്ടുണ്ടോന്ന്? ഇതിനു മുമ്പ് ഇഷ്ടംപോലെ പ്രാവശ്യം അമ്മ ഇതുപോലെ കാണിച്ചിട്ടുണ്ടോ? അയ്യോ, അതൊരു മരുമോക്കെ മനസ്സിലാവും. അത് അന്നാന്ന് എന്താന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ പറഞ്ഞു തീർത്തോ. ഞാൻ നമ്മൾ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ട് വിട്ടുകൊടുക്കുന്നത്? ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പറയണം. ഭയങ്കര വഴക്കാവൂലേ? അങ്ങനെ വഴക്കത്തില്ല, അത് സോഫ്റ്റ് കോൺട്ര വഴി ഞങ്ങൾ ഡീൽ ചെയ്താൽ മതി. നീ ശരിക്കും തുരുമ്പ് സ്വഭാവം ഇറക്കുന്നതാണോ? ചേട്ടത്തി, ഞാൻ എന്തിനാ ചേട്ടത്തി തുരുമ്പ് സ്വഭാവം ഇറക്കുന്നത്? ചേട്ടത്തി തലേ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. ഞാൻ ചേട്ടത്തി തലേ തൊട്ട് കള്ളസത്യം ചെയ്യലും ചേട്ടത്തിക്ക് അറിയാമേ. ഇത് ചേട്ടത്തി ഇവിടുന്ന് മാറി നിന്നപ്പോ തൊട്ട് അമ്മയ്ക്ക് ഒരു കുശുകുശുപ്പുണ്ട്. തീർത്തു കൊടുക്കണം. അതാണ് നമ്മൾ ഈ കുടുംബത്തിൽ ജീവിക്കുന്നവരല്ല, നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരട്ടെ. എവിടെ പോയി കിടക്ക? എന്താ അലിക്കുന്നത്? അമ്മ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന? എന്തിനാ നീ ഇത് കണ്ടോ? ഏത് കേട്ടോ ഇത്? പക്ഷെ അമ്മ ഇങ്ങനെ ചൂടാതെ ബി പി കൂടുന്നു. എന്റെ പൊന്നോ, ഇത് അച്ചാറല്ലേ? തുറന്നു നോക്കണം അങ്ങോട്ടോ. ഇത് നാരങ്ങ അച്ചാറ്. നാരങ്ങയോ? അല്ല, മാങ്ങ. തേങ്ങയൊന്നും അല്ല, പൂപ്പലൊക്കെ അച്ചാറിടുവോ? പോടാ. അവള് പറഞ്ഞു ഈ പൂപ്പൽ വരാൻ കാരണം ഞാനാന്നാ. എന്താ അമ്മേ? ഏതായാലും പുന്നാരമോൾ എന്റെ കുറെ കുറ്റമൊക്കെ കണ്ടുപിടിച്ചല്ലേ. എന്തുപടിയത്? നീയല്ലേ ഇപ്പൊ ഇവിടെ തൂത്തിട്ട് പോയതാ? എന്നിട്ട് എന്താ തന്നത്? അയ്യ അമ്മ, അത് ഇത്തിരി പൊടിയല്ലേ. എടാ ചെറുക്ക, ഈ അടുക്കള ഇതുവരെയും തൂത്തിട്ടില്ലാത്ത നീ ഇങ്ങനെ പറയരുത് കേട്ടോ. അമ്മ, ഞാനിതിപ്പോ ക്ലീൻ ചെയ്തിട്ട് പോയതല്ലേ. എടി, നീ ക്ലീൻ ചെയ്തിട്ട് പോയാൽ ഇവിടെ എങ്ങനെ പിന്നെ പൊടി വന്നതാ? അമ്മ, അത് വല്ല കാറ്റത്തൊന്ന് വീണ ഇച്ചിരി പൊടിയല്ലേ, അത് വീണോട്ടെ. കാറ്റത്തൊന്ന് വീഴുന്ന പൊടി. നീ ഒന്ന് തൂത്തിട്ട് പോയേ. ഇപ്പൊ ഞാൻ കൂടെ തൂത്തിട്ട് പോയതല്ലേ ഉള്ളൂ. ഇടി, ബാക്കി പണിയും കൂടെ ഞാൻ ചെയ്യണോ? അമ്മ, ഒന്ന് വിട്ട് കളയാൻ വെച്ചിട്ട് പൊടിയുടെ കേസല്ലേ. അമ്മ അങ്ങനെ വിട്ട് കളയല്ലേ. ഇത് അമ്മ എന്നോടൊന്ന് പ്രതികാരം ചെയ്യാനുള്ള ഭാവത്തിലാ. നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, നീ അങ്ങനെ തന്നെ അങ്ങ് വിചാരിച്ചോ. ഏത് നേരത്താണോ ഇതിനകത്ത് പൂപ്പലുണ്ടെന്ന് പറയാൻ തോന്നിയത്? കണ്ടോ അവൾ ആ ചവിട്ടിയത് കണ്ടോ? അത് എന്റെ ദേഹത്തിട്ട് ചവിട്ടിയതല്ലേ? ദേഹത്തിട്ട് ചവിട്ടിയതല്ല, അത് ചേട്ടത്തിന് ഉള്ളിലുള്ള ദേഷ്യം കാര്യം കൂടെ തീർത്താണ് ഇങ്ങനെ. അങ്ങനൊന്നും അല്ല, അവൾ ഇങ്ങനെ ചവിട്ടി. എന്റെ പൊന്നെ, ഇത് എന്തോന്ന് കഷ്ടം. അമ്മ ഇങ്ങോട്ട് മാറിക്കേ. അമ്മ, അവിടുന്ന് മാറി എന്നൊരു തൂക്കാനല്ലേ അമ്മച്ചി പറഞ്ഞേ. എന്തൊരു കഷ്ടമാ, തൂക്കം അങ്ങോട്ട്. എന്തൊരു സ്വഭാവമാണ് നിന്റെ അമ്മയുടെ? ഈ തൂപ്പൊരു അത്ഭുതമായിട്ട് തോന്നുന്നു ഇപ്പഴല്ലേ. ഇല്ലെങ്കിൽ കളിച്ചോണ്ടിരിക്കാൻ സഹായിക്ക്. പക്ഷെ മാമ ഒരു കാര്യം ചെന്ന് പറയണം.
അപ്പച്ചിയുടെ അടുത്ത്. അപ്പച്ചിയുടെ അടുത്ത്. ഞാൻ എന്തോന്ന് പറയാൻ? ആ ചേച്ചിയുടെ പുറകെ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലെന്ന്. ബെസ്റ്റ്. ഞാൻ ചെന്ന് പറഞ്ഞിട്ടാണോ നീ അവള് എന്റെ പുറകെ നടത്തി എന്നെ വഴക്ക് പറയാൻ? ആ ശരിയാണ്, ഞാൻ ഓർത്തില്ല. എന്തോന്നു? മാമന് പേടിയില്ല? അയ്യാ, എനിക്കിവിടെ ആരും പേടിയൊന്നുമില്ല. എടേ, ഞാൻ ആണൊരുത്തരാ, നല്ല തന്റെ ഇടമുള്ളവരാ. അല്ല, നിന്നെ കൂട്ടി പേടിത്തോണ്ടൊന്നുമല്ല. എന്നാ മാമൻ പറയണം തുറന്നടിച്ച്. എന്തോ എടേ, ഞാൻ പറഞ്ഞോന്ന് വെച്ചാൽ ഞാൻ എന്തിനു പറഞ്ഞോന്നും കൂടെ നീ പറ. എടി ലളിതേ, നീ മേലെ ആശാര ഒരാളെ നീ ഇങ്ങനെ പഴക്കൊണ്ടാക്കിയുണ്ടല്ലോ, എന്റെ തനി കൂടെ നീ കാണും. ഇങ്ങനെ ഇങ്ങനെ പറയുമോ മാമൻ? അങ്ങനെ പറഞ്ഞോ? ചോർന്നങ്ങ് പോയി ധൈര്യം അല്ലേ? നീ കാര്യം പറ. ചോർന്നിട്ടൊന്നുമില്ല പിന്നെ. കാര്യം പറയാനാ മാമ? അതിനെ ഞാൻ പറഞ്ഞത്. മാമ ചെന്ന് വിലക്കിയിലേക്കുണ്ടല്ലോ, അപ്പച്ചി ആ ചേച്ചിനെ പടിയെടുപ്പിച്ച് നട്ടല് വെള്ളമാക്കും. വെള്ളം അത്രയ്ക്കൊക്കെ അവള് ദ്രോഹിക്കുന്നുണ്ടോ? ഓ, അത്രയ്ക്ക് ദ്രോഹിക്കുന്നുണ്ടോ മാമ? ചില സീരിയലുകളെ കൊണ്ടല്ലോ നമ്മളെ കരച്ചില് സീരിയല് അതുപോലെ തറ തുടപ്പിക്കും, തൂപ്പിക്കും, തുണി എത്രയും കഴിവിപ്പിക്കും. അറിയാം? ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കാൻ കാരണക്കാരൻ ആരെന്നറിയാമോ? കാരണക്കാരനല്ല, കാരണക്കാരി. കാരണക്കാരി. അമ്മ കാര്യല്ല, കാരൻ ഒറ്റയാളുള്ളൂ. എടാ, ഒറ്റ ആളുടെ കാര്യമുള്ള ഇത് സ്ത്രീലിംഗം പുല്ലുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. സ്ത്രീലിംഗം കാരി. മാമ ഞാൻ പുല്ലിംഗത്തിന്റെ കാര്യം പറഞ്ഞോ. ഒന്ന് നിർത്ത്. നീ പറ, ആരാ സംഭവം? ചുമ്മാമൻ. ഞാനാ? എടാ പോടാ അവിടെ അങ്ങോട്ട്. ഞാൻ എന്തോന്ന് ഇത്? ഇവൻ ചുമ്മാ പറഞ്ഞത്. അപ്പൂപ്പ ആ അച്ചാറിൽ പൂപ്പലൊടിക്കാൻ കാരണം എന്തിനാറിയാമോ? അയ്യോ, അച്ചാറ് പൂപ്പൽ പിടിക്കാൻ കാരണം ചുമ്മാമൻ. നീ എന്ത് ചെയ്തു? ഇവൻ ചുമ്മാ ആണോ മാമൻ? ഞാൻ എന്തോ ഫംഗസാ, ഞാൻ പോയി പൂപ്പൽ പിടിപ്പിക്കാൻ. നീ ഫംഗസിനെക്കാളും വലിയ വിഷമല്ലേ മാമ? ഒരു മാതിരി ഞാൻ ചെറുക്കാൻ നിൽക്കുക വർത്താനം പറയല്ലേ? എന്തിനാ ഞാൻ ഉള്ള കാര്യമല്ല പറഞ്ഞത്. നീ എന്തിനാ പറ. ഞാൻ എന്ത് ചെയ്യാ? എന്ത് ചെയ്ത്? ആ പൂപ്പലൊടിക്കാൻ കാരണം ശിവമാമൻ. ഞാൻ മണ്ണ് വരിട്ട് അതിനകത്ത്. ചുമ്മാ ഇരിക്ക് മക്കളെ. നീ തെളിച്ച് പറ, എന്താ സംഭവം? ഞാൻ പറയട്ടോ? ഓ, നീ പറയും. ഞാൻ പറയും. നീ പറടാ. മാമ ഞാൻ പറയാനൊന്നുമില്ല. ഇവ ഇനി ഇത് പറയണമെങ്കിൽ അവന് ഫീസ് ചോദിക്കോ? എന്നാ എന്റെ അടുത്ത് പൈസ ചോദിക്കും. നീ കാണാലോ, അവ ഒന്നും ചോദിക്കില്ല. മിനിമം 50 രൂപ ചോദിക്കും. ഒന്നുമില്ല. ചുമ്മാ അറിയുന്ന അപ്പൂപ്പ. 50 രൂപ ഒന്നുമല്ല, 100 വേണം. 100 രൂപ. നീ സുമേഷിനോടെ കൂട്ടുപിടിച്ച് ചീത്താൻ തീരുമാനിച്ചല്ലേ? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ, സുമേഷ് എവന്റെ കൂടെ കൂടിയാണ് ചീത്താ. ഇവൻ ജയിക്കണവൻ അവന് ഒരു കുഴപ്പമില്ല. പക്ഷെ അച്ചാറ് പൂപ്പലൊടിക്കാൻ കാരണം ശിവമാനാണ്. കിഴിക്കുണ്ടല്ലോ നിന്നെ. എന്തിനേത്? ഞാൻ എന്ത് ചെയ്യാ? അവൻ പറഞ്ഞല്ലോ നീ എന്തൊരു ചെയ്തു. അവൻ കള്ളവല്ലേ പറയുള്ളൂ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നും പോരാട്ടാ. എവിടെ പോണ്? ഞാൻ അവനൊരു നെയ്യപ്പം വാങ്ങിച്ചു കൊടുത്തിട്ട്. നീ അവന് ഒരു അപ്പം വാങ്ങിച്ചു കൊടുക്കണ്ട. എവിടെ നില്ല്. കൊച്ചിറക്കണൊന്നും ചെയ്യരുത് കേട്ടാ. ശംഭു, പൊന്നെ ഫോട്ടോ കാണാ എന്തോ. അമ്മ ഒരു 100 രൂപ തരാണെങ്കിൽ 100 രൂപ തരാം. 100 രൂപ തരാണെങ്കിൽ നമുക്ക് എല്ലാം സോൾവ് ആക്കാം. അങ്ങനെ 100 രൂപ തരാണെങ്കിലേ എല്ലാം സോൾവ് ആക്കാന്ന്. 100 രൂപ കിട്ടിയത് പോരെ? കിട്ടിയത് പോരെ? ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കും. എന്താന്ന് പറഞ്ഞു കൊടുക്കടാ? നീ എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നാണ്? മാമനാണ് അച്ചാറുകളാക്കിയെന്ന്. അനി ഞാൻ അല്ലല്ലോ അച്ചാർ ഇതാക്കിയത്. മാമ ഒന്നും ഓർമ്മയില്ലേ മാമന്? ഓർമ്മിക്കാൻ ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ കണ്ടല്ലേ. എന്താന്ന്? മാമ ഇങ്ങനെ അച്ചാർ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടി ഇങ്ങനെ തിന്നുന്ന. അങ്ങനെ തോണ്ടി ഇങ്ങനെ തിന്നുന്ന. അതിന് പോരാഞ്ഞിട്ട് ആ കൈ കൊണ്ട് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ തോണ്ടി പിന്നെ അങ്ങനെ ഞാൻ തിന്നൊന്നുമില്ല തന്നെ മാമ. അതുകൊണ്ടാണ് അച്ചാർ ചള്ളായി പോയാ. അതുകൊണ്ടാണ് അച്ചാർ അടിച്ചു. നീ കണ്ട്? ഞാൻ കണ്ട്. അതിന് മുമ്പത്തെ കാര്യങ്ങളും ഞാൻ കണ്ട്. അതിന് മുമ്പ് തോന്നുന്നു. അതാണ് ഗംഭീര്യം. എന്തോന്നു? ഒരു ഗ്ലാസ്സില് മാമ ചായപ്പിന്റെ ബേക്കിൽ ഇങ്ങനെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ആരും കാണാതെ വീണ്ടും വന്ന് അടുക്കളയിൽ തോണ്ടി നീ എല്ലാം കണ്ട്? എല്ലാം കണ്ട്. ഓഹോ. ഒരു 100 രൂപ തരാണെങ്കിൽ ഇതാരും അറിവില്ല, നമുക്ക് സോൾവ് ചെയ്യാം. 100 രൂപ തരാതെ ഈ സോൾവ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് എനിക്കറിയാം. അങ്ങനെ അതായത് കുറച്ച് ദിവസം ഇങ്ങനെ കുറച്ചും കൂടെ റിവൈൻഡ് അടിക്കണം. അപ്പൊ വാലന്റൈൻസ് ഡേ വരും. എന്റെ ഒരു 150 രൂപ സുമവേഷിന്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ചോണ്ട് പോയിട്ട് മുട്ടായി കൊണ്ട് ഒരു പെണ്ണിനെ കൊണ്ട് കൊടുത്തു. 2 രൂപ കൊണ്ട് തിന്ന്. ആ കഥ ഞാൻ ഇവിടെ ഓട്ടിക്കുന്ന എങ്ങനെ ഇരിക്കും? അയ്യോ, ഇതിനേക്കാളും റേറ്റിംഗ് കിട്ടും. തമാശ പറഞ്ഞ മാമ സീരിയസ് ആയിട്ട് എടുത്താ. അടുത്ത് പറയല്ലേ? അടുത്ത് ഞാൻ പറയാതിരിക്കണോ? അല്ല, അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ. നടന്നിട്ടില്ല? ഇല്ല. അപ്പൊ ഈ സംഭവം നടന്നിട്ടില്ല? ഈ സംഭവം നടന്നില്ല. ബുദ്ധിയുണ്ട് കേട്ടോ. പറയല്ലേ? പറയും. ഓക്കെ. നീ ഇനി ഇത് വേറെ ആരെയും കേട്ടോ ഞാൻ ഉറപ്പുവരുത്തണമല്ലോ. പൊയ്ക്കോ. പറയല്ലേ? പൊയ്ക്കോ. ഈ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ല. പോലീസുകാരനെ വകുപ്പ് പഠിപ്പിക്കാൻ വന്നേക്കണം. അമ്മ, അച്ഛമ്മയ്ക്ക് അമ്മോടുള്ള ദേഷ്യത്തിന് കാരണം സിന്ധു ആന്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് സുന്ദരന്റെ വീട്ടിൽ പോവാറുണ്ടല്ലോ. അതെന്തിനാ? അല്ല കുറ്റം പറയാനായിരിക്കും. എന്ത് കുറ്റം പറയാൻ? അല്ല ഈ സിന്ധു ആന്റിക്ക് ഈ പഞ്ചായത്ത് എല്ലാവരുടെയും കഥകൾ അറിയാലോ, അതുകൊണ്ട് അല്ല കുറ്റം പറയാനായിരിക്കും. അപ്പൊ അവരാ കൂടെ എന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കോ? പറഞ്ഞിട്ടുണ്ടാവും അമ്മ. എല്ലാത്തിനും എന്റെ എന്ത് കുറ്റം പറയാനാ? എടി നീ ഒന്ന് തൂത്തേടി, കുറെ നേരം എന്റെ കൈ വേദന എടുക്കുന്നു. നല്ല കുട്ടിയല്ലേ? ശരി, കുറച്ചേരെ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തെറ്റ് ചെയ്യും. എടി ആമി, നീ എന്തോ ചെയ്തേ? അമ്മ പറഞ്ഞിട്ടാ. നിന്നോടല്ലേ ഞാൻ ചെയ്യാൻ പറഞ്ഞേ? ഞാൻ ഒന്ന് ജസ്റ്റ് അവളുടെ കയ്യിലോട്ട് കൊടുത്തോളൂ, എന്റെ കൈ വേദന എടുത്തപ്പം. ഇത് സ്കൂളിൽ പോകേണ്ട കൊച്ചല്ലേ, അവളുടെ കൈ വേദനിക്കുകയല്ലേ, അങ്ങോട്ട് കൊടുത്തേ. അപ്പൊ എനിക്ക് കൈ വേദന എടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടേ? ആശ, നീ എന്നോട് തർക്കുത്തരം പറയരുത് കേട്ടോ. എന്റെ അമ്മ, ഇത് തർക്കുത്തരാണോ? ഞാൻ കാര്യം പറഞ്ഞാലേ എത്ര നേരം ഞാൻ ഈ വീട് തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അച്ചാറിലെ പൂപ്പിൽ കയറി ഇത്രയും വളരെ നോർമൽ ആയിട്ടുള്ള കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ എന്നോട് ഇങ്ങനെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇങ്ങനെയാണോ നീ നോർമൽ കാര്യം ചോദിക്കുന്നേ? നീ എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ആശേ. നീ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല, അടുക്കള വൃത്തിയായിട്ട് വെക്കുന്നില്ല എന്നൊക്കെയല്ലേ നീ ഉദ്ദേശിച്ചേ അല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. സംഭവം ശരിയാണെങ്കിലും. ആമി, ആ ചൂലി ഇങ്ങോട്ട് കൊടുത്തേ. അടുക്കള വൃത്തിക്ക് തൂത്തില്ല, എവിടെയെങ്കിലും തൂക്ക്. ആ ശിവൻ പറഞ്ഞപ്പോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പിച്ചു. ആശാ നീ ചൂലൊക്കെ മാറ്റി വെച്ചേ. ലളിത, നീ ചുമ്മാ നിസ്സാര കാര്യത്തിനൊന്നും വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ. നിങ്ങളെല്ലാരും നിങ്ങളുടെ മരുമകളുടെ സൈഡാണല്ലോ. എടി അച്ചാറിൽ പൂപ്പലൊക്കെ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. അത് നീ പറഞ്ഞ ഇത്ര വലിയ ആനക്കാര്യം വെക്കേണ്ട കാര്യം എന്താ? അതൊക്കെ എനിക്കറിയാം, വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഇതിന് കാരണക്കാരി ഞാനാന്ന് ഇവള് പറയുന്നോ? ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ എന്താ ഉദ്ദേശിച്ചേ? അച്ചാറില് പൂപ്പില് കയറിയല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതെ, നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അച്ചാറിൽ പൂപ്പിൽ വരാൻ കാരണം ആശയൊന്നും അല്ല. പിന്നെ ഞാനായിരിക്കും. നീയും അല്ല. പിന്നെ ആര്? ശിവനാണോന്ന് ചെറിയൊരു സംശയമുണ്ട്. ശിവനോ? എന്താ? അല്ല, ശിവനാണെന്ന് സംശയം ഉള്ളതായിട്ട് ശംഭു എന്റെ അടുത്ത് പറഞ്ഞു. അല്ല ശരിക്കും അപ്പൊ ആരെയാണ് സംശയം? മാമനാണോ ശംഭുച്ചേട്ടനാണോ? എടി അതല്ലേ പറഞ്ഞു, ശിവനാണോ എന്നൊരു സംശയം ഉള്ളതായിട്ട് ശംഭു എന്റെ അടുത്ത് പറഞ്ഞു എന്ന്. എന്താ അവൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷെ അവനൊന്നും പറഞ്ഞില്ല, ഓടിക്കളഞ്ഞു. ഓ അതാണോ പ്രശ്നം? ഞാൻ കണ്ടുപിടിച്ചരാം. പക്ഷേ ജിലേബി വാങ്ങി തരണമായിരിക്കല്ലേ? എങ്ങനെ മനസ്സിലായപ്പോ? എനിക്കറിയാൻ വയ്യ, ഞാൻ ചോദിച്ചു. ഇതെന്തോ കൊള്ള സംഗീതമാണോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ബ്ലാക്ക് മെയിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ. അല്ല, അച്ഛൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് ആരാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. കാരണം ഞാനും അമ്മയും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ അച്ചാറ് കേസാ. അപ്പൊ എനിക്കും അറിയണം. നീ കണ്ടുപിടിക്കോ? പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കണ്ടുപിടിച്ചരാം, കുഴപ്പമില്ല. എന്നാ നീ വേഗം ചെന്ന് കണ്ടുപിടിക്കും. പോ, വാടാ, ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരാം. അല്ല, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, ഇത് വെച്ചിട്ട് അത് തീർപ്പിക്കോ. പിന്നെ നിങ്ങൾ ചെയ്യോ ഇത്? പിന്നെ അല്ലാതെ അതെ വീട്ടിൽ പോയേ. എന്നാ പരിപാടിയാ നിങ്ങൾ കാണിച്ചേ? എന്ത്? നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഇവളെ തന്നെ സപ്പോർട്ട് ചെയ്തോണ്ട് നടന്നു. നീ പോയ അവിടെ ചുമ്മാ. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ, ഞാൻ പേടിച്ചു നോക്കട്ടോ. ഓ അയ്യോ, ഈ ചൂടത്ത് വയറ് നിറച്ച് ബിരിയാണി തിന്ന് തണുത്ത AC റൂമിനകത്ത് 1 മണിക്കുമ്പോ അതിങ്ങനെ കിടക്കണം. ചിറ്റപ്പാ, നമ്മള് കണ്ടുപിടിച്ച്. എന്ത് കണ്ടുപിടിച്ച്? അച്ചാറാണ് ചീത്തയാക്കിയത്. ആര്? അത് ശംഭുച്ചേന്റെ ഒഴിച്ചാ അറിയാം. ഇതാണ് നിങ്ങൾ കണ്ടുപിടിച്ചേ? എന്ത്? നമുക്ക് ശംഭുച്ചേട്ടൻ അങ്ങ് പൊക്കാം. എന്തിന് ശംഭുച്ചേട്ടനെ പൊക്കുന്നത്? ചിറ്റപ്പാ, ഇത് അമ്മയും അച്ഛമ്മയും തന്ന എനിക്ക് ടാസ്ക് ആണ്. എന്തുവാ? അമ്മ അച്ഛമ്മ എനിക്ക് തന്ന ടാസ്ക് ആണ്. ആന്നോ? വാ സുമേഷാമ്മ. എന്തിനു വരുന്നത്? എന്തിനാന്ന്? ശംഭുച്ചേന്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് അറിയാം. എനിക്ക് ചോദിക്കാനൊന്നും വയ്യ. ചിറ്റപ്പ, ഇതിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ചിറ്റപ്പാ. ഈ ശംഭുച്ചേട്ടുണ്ടല്ലോ കുറെ നാളായി വലിയ ആള് ചമയാൻ തുടങ്ങി. നിനക്കെന്തറിയ അവന്റെ ഇത്ര ദേഷ്യം? നിന്റെ ചേട്ടനല്ലേ അവൻ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ അച്ഛമ്മേനും അമ്മേനും തമ്മിലടുപ്പിച്ച അച്ചാർ ആരാണ് ചീത്താക്കിയത് എനിക്ക് അറിയണം. എനിക്കൊണ്ടൊന്നും വയ്യ, അവന്റെ അടുത്ത് വേണം ഇങ്ങോട്ട് വരാൻ പറ. നമ്മൾ പോയി ചോദിക്കില്ലായിരുന്നു, പക്ഷെ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ല. അതാ നിങ്ങൾ പോയി ചോദിച്ചിരി. പറഞ്ഞു തരും. എനിക്കൊന്നും വയ്യ, എന്തൊരു കഷ്ടം നോക്കി. ഞാൻ ചുമ്മാ ഇരുന്നില്ലേ? നിങ്ങൾ വീട് പിള്ളേരെ ഞാൻ ഇവിടെ ഇരുന്നോട്ട് കുറച്ച് സമാനത്തിലൊന്നും നമ്മൾ വരത്തില്ല ചിറ്റപ്പൻ. നമ്മൾ വിളിച്ച ചിറ്റപ്പൻ വരത്തില്ല. വീട് വരാം, അവിടെ നിന്ന് വലിക്കണ്ട. കൊണ്ടോ എന്നിട്ട് നേരെ കുത്തുക. ഇങ്ങനെ എടുത്തിട്ട് കുത്തണം. മാമ ഇതിപ്പോ ഇങ്ങനെ കുത്തി അഴിഞ്ഞു പോയാലോ? അഴിഞ്ഞാൽ മറ്റേ മുണ്ടിലാ നിൽക്കേണ്ടി വരും. മാമ ഒന്ന് കാണിച്ചു തന്നാണ്. ഞാനല്ലേ ഇപ്പൊ കാണിച്ചു തന്നു? അല്ല, മാമന്റെ മുണ്ട് കാണിച്ചു. എന്തൊരു ചെറുക്കണ്ടേ നമുക്ക് ഭയങ്കര പാട്. അയ്യേ വേറെ വേണ്ട, ഇങ്ങനെ ഈ ഏറ്റവും കിടക്കണം. എന്താ ഇതിങ്ങനെ അകത്തോട്ട് കയറണം. എന്നിട്ട് തന്റെ ഇവിടെ ഇങ്ങനെ പൊക്കിട്ട് ഇങ്ങനെ ടീഷർട്ട് ഇങ്ങനെ പൊക്കിട്ടുണ്ട്, ഇവിടെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ എന്താ. ഓക്കെ, മാമ ഇത് കെട്ടിയിട്ട് മാമ എവിടെ പോണു? സ്ലോ മോഷനിൽ കാണിച്ചാ? സ്ലോ മോഷനിൽ ഇതാ ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഈ ഭാഗം എടുത്ത് ഇവിടെ ഇങ്ങനെ മടക്കി കൊത്തി. നീയേ ജീൻസ് വല്ല ഇട്ടോണ്ട് പോ, ആണ് നല്ലത്. പിന്നെ ഈ മുണ്ടെന്തിരിയിട്ട് മുണ്ട് ഇവിടെ മടക്കി വെച്ചാല് പാതി പാന്റ് പാതി മുണ്ട് നോക്കിയല്ലേ? അത് സെത്തായിരിക്കും, നിനക്ക് പറ്റും.
ആ ഡേ എവിടെ പൊക്കാം. ഞാൻ ചെറിയൊരു പരിപാടി കരുതിക്കായിരുന്നു എന്നെ കാണാതെ. എടാ ചമ്പു മാറിയെന്നാണ്. ചമ്പു ഇത് നമ്മുടെ അടുക്കളയിക്കുന്ന അച്ചാറില്ലേ അതിനകത്ത് പൂപ്പലാക്കി തരണം. ഏ അയ്യോ പാവം കേട്ടില്ല കേട്ടോ, ഒന്നുകൂടെ പറയട്ടെ. അതായത് അടുക്കള ഇരിക്കുന്ന അച്ചാറില്ലേ അച്ചാറ് ഏതാച്ചാറ്? തൊട്ട് കൂട്ടുന്ന അച്ചാറ്. കാൽക്കുലേറ്റർ തൊട്ട് ആ കൂട്ടും. തൊട്ട് വിടുന്ന കാൽക്കുലേറ്റർ കുറച്ചേരം മിണ്ടായി തൊട്ടുന്ന കാൽക്കുലേറ്റർ അതിനകത്ത് പൂപ്പലാക്കിയതാരാണ്? ഇത് അവനെങ്ങനെ അറിയാത്? എടാ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നത് അവൻ അറിയാലോ. ഇടാ അവനാണെന്നോ അടുക്കള ഇങ്ങനെ പൂപ്പല് എന്താടാ പൂപ്പലല്ലേ? അത് പറന്നു വന്നപ്പോ ആയി കാണും, ഒട്ടി കാണും. അങ്ങനെ കൊട്ടു പൂപ്പല് തുറന്നില്ല. പറയടാ അടുക്കള ഇരിക്കുന്ന അച്ചാറ് പൂപ്പലാക്കിയത് ആരാണെന്ന് ചോദിച്ചത് എന്റെ അടുത്ത്. എടാ, ചെറുക്കനെ എങ്ങനെ അറിയാന്ന് ചാടുന്നതാണ്. ആ ചെറുക്കനെല്ലാം അറിയാം മാമ, മര്യാദയ്ക്ക് പറഞ്ഞോ ചേട്ടാ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്തിനാണ് സംഭവം അറിഞ്ഞൂടാ. ദേ അപ്പൂവൻ പറഞ്ഞല്ലോ ശമുചേനെല്ലാം അറിയാന്ന്. അപ്പൂപ്പൻ പറഞ്ഞു. എടാ പൂപ്പലൊന്നും അറിഞ്ഞൂടാ നീ. ഇതിങ്ങനെ പോടേ ചെറുക്കൻ മുണ്ടെടുത്തോണ്ടിരിക്കണ്ടേ, ഒന്ന് പോടേ. മുണ്ടെടുത്തോണ്ട് അവൻ എന്തൊത്തിനും മുണ്ടെടുത്തോണ്ടിരിക്കുന്നത്? എവിടെ പോകുന്ന മുണ്ടെടുത്തോണ്ട്? ഒരു കല്യാണത്തിന് പോകണം. അവൻ കല്യാണത്തിലല്ല മുണ്ടല്ലേ കൊടുക്കുന്നത്. അവന്റെ വാക്ക് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ എടാ നിന്റെ കല്യാണത്തിന് പോകുമ്പോ മുണ്ടെടുത്തോണ്ട് പോകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അതിനോ നീ ഒരു അവസരം കൊടുക്കുന്നില്ല. ചെറുക്കൻ മുണ്ടെടുത്തോണ്ട് പോട്ടെ, നീ അവനെ ശല്യപ്പെടുത്താൻ നീ പോ. ആര് തലയിൽ അവൻ വന്നില്ല, നീ ഒന്ന് പോ. പറയടാ ചേട്ടത്തിയും അമ്മയും വഴക്കിന് കാരണമായ അച്ചാറിന് പൂപ്പലാക്കി ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. പറയാൻ അങ്ങോട്ട്. അച്ഛാ എടാ നീ എന്തിനാ ഭൂതത്തെ നോക്കുന്നത്? നിന്റെ അടുത്തല്ലേ ഞാൻ ചോദിച്ചത്. നീ പറയാൻ അങ്ങോട്ട് അച്ചാറിന് അവന് ഞാനല്ലേ മുണ്ടൂർ കണ്ടുപിടിച്ചോണ്ടിരിക്കണം, അതല്ലേ നോക്കണത്. ഇനി പറ, എന്തോ ഭൂതോ അച്ചാറും തമ്മിൽ എന്താ ബന്ധം? എന്താ എനിക്കെന്തിനു ബന്ധം? പറയടാ എടാ പറയടാ. അതെ അത് അത് ശിവമാമൻ ചെന്ന അച്ചാറ് തൊട്ട് നക്കിയിട്ട് വീണ്ടും തൊട്ട് നക്കി, അപ്പൊ അങ്ങനെ ചള്ളായി പോയി. ആ തൊട്ട് നക്കി വീണ്ടും തൊട്ട് നക്കി. തൊട്ട്. ആ, കേട്ടല്ലോ. അങ്ങനെ അല്ലടാ അത്. അമ്മയുടെ ചേർത്ത് പറ. മറ്റേ കാര്യം പറഞ്ഞോളൂ കുന്നവാഞ്ഞു. മറ്റേ കാര്യം ഏതാ? ഇപ്പം പറഞ്ഞ മറ്റേ കാര്യം അവന്റെ ചെവിയില്. മറ്റേ കാര്യം ഇയാളെന്ന് വെളുകുന്ന എന്തിനാ? എടുത്ത് വെളുകുന്ന എന്തിനാ? വെളുവിനെ തോന്നും. എടാ പോടാ. ഇല്ലടാ പറയടാ സാറേ പറയടാ. വേറെന്തോ ഒരു സംഭവം വേറെന്തോ ഉണ്ട്. അച്ചാർ മാത്രമല്ല, അച്ചാർ വേറെന്തോ സംഭവം. അവന്റെ കണ്ണു പോയിട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. കണ്ണ് മര്യാദക്ക് പറ. ഇവന് ടീച്ചിങ് കൊടുക്കുന്ന ഞാനാണ്. ഇവിടെ പറയടാ. പറഞ്ഞിട്ട് ഞാൻ ഉണ്ടല്ലോ നിന്നെ അവിടെ പറ. നീ അങ്ങോട്ട് ശിവമാമൻ ചായപ്പിന്റെ ബാക്കിൽ ഗ്ലാസ്സിലൊരു സംഭവിച്ചിട്ട് കുടിച്ചിട്ട് വീണ്ടും അച്ചാർ എടുത്ത് നക്കി. കുടിച്ചല്ലേ? കുടിച്ച് ഞാൻ കാണിച്ചുതരാം. ഇയാള് കുടിച്ചല്ലേ? മാമ മാമ അതാ അറിയാതെ ചിറ്റപ്പ ചോദിച്ചു പറഞ്ഞു. മാമ എന്തിനാ പേടിക്കുന്ന? ഭൂത്തിന്റെ കാര്യം അറിഞ്ഞോ? ഭൂത്തിന്റെ കാര്യം നമ്മളെ കാണാത്ത സാധനം കൊണ്ട് ഒളിച്ച് അവിടെ തൊഴുത്തിന്റെ അവിടെ വെച്ച് അടിച്ചു. എന്നിട്ട് അടുക്കള ഇപ്പൊ അച്ചാർ തൊട്ട് നോക്കി തിന്നു. വൃത്തികെട്ടവൻ. ആ ശിവനെ കണ്ടോ? ആട് വിട്ട് പോയി. അവൻ ഒറ്റ ഒരുത്തം കാരണം ഞാനും അമ്മയും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അമ്മ എന്നെ കൊണ്ട് ഈ വീട്ടിലുള്ള പണി മുഴുവൻ ജയിപ്പിച്ചറിയോ? നീ അത് വിട്ടുകളാ, സത്യം കണ്ടുപിടിച്ചില്ലേ, അത് പോട്ട്. നിങ്ങൾ മിണ്ടരുത്. അമ്മ എന്നോട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്ന് എന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ കമാന്നൊരു അക്ഷരം മിണ്ടിയോ? അമ്മായിയമ്മയും മരുമോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ചുറ്റിത്തിരിയിരുന്നു. ചുറ്റിത്തിരിഞ്ഞാല് നട്ടം തിരിയും. അപ്പോഴേ ഉണ്ടേട്ടോണം എസ്കേപ്പ്. ഇത് നിനക്കും കൂടെ ഉള്ള പാടമാണ്. താങ്ക്സ് ചേട്ടാ. ഇനിയും ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഇതുപോലുള്ള ബാലപാഠങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്റെ ചേട്ടന്റെ ബാലപാഠം കൂടെ അങ്ങോട്ട് ചെന്നാലേ പെണ്ണുമ്പള വീട്ടിൽ പോയി നിൽക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനൊന്നും പോകത്തൊന്നുമില്ല. ഭാര്യ നന്നായിട്ട് നോക്കണം. ആണല്ലേ? നല്ല പണി കിട്ടിയല്ലേ? എടാ അമ്മ എന്നെ കൊണ്ട് എന്തോരം പണി എടുപ്പിച്ചെന്നറിയോ? ഈ വീടിന്റെ മുക്കും മൂലം വരെ അമ്മ എന്നെ കൂടെ അടിച്ചു തുടപ്പിച്ചു. പിന്നെ മാറാല വരെ കയറി അടുപ്പിച്ചു. എന്നിട്ട് എന്റെ റൂമാരെ വൃത്തിയാക്കില്ലല്ലോ. നിന്റെ റൂമിൽ കയറാണെന്ന് അമ്മയോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. അത് പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ അമ്മയ്ക്ക് നിന്റെ അടുത്ത് ഒട്ടും ദേഷ്യമില്ല. അതെന്താ വർത്താനം ചേട്ടാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ എന്തായാലും നൈസായിട്ട് എസ്കേപ്പ് ആയല്ലോ. എസ്കേപ്പ് ആയാലും ഇല്ലെങ്കിലും എന്റെ അമ്മ അങ്ങനെ പ്രതികാര മനോഭാവം വയ്ക്കുന്ന ആളൊന്നും അല്ല. രണ്ടുപേരോടും കൂടെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു മുഖം നിങ്ങളുടെ അമ്മയ്ക്കുണ്ട്. അത് മരുമകളായ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇനി ഞാൻ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണും കാണേണ്ടി വരുമല്ലോ. മിക്കവാറും നിനക്ക് പെണ്ണ് കിട്ടിയാൽ. അവൾക്ക് അങ്ങനെ പലതും പറയാൻ പറ്റും. അവളെ അമ്മായിയമ്മയായിട്ട് ഇത് നിന്റെ അമ്മയാണ്, സൂക്ഷിച്ചും കണ്ട് പെരുമാറി. ഞാൻ തിരിച്ചെടുത്ത് ഞാൻ ചെറുക്ക് സാധനം ഇവിടെ കൊണ്ടുവച്ചു. നിന്നുണ കുഴിക്കവിൽ തിടം എനിക്ക് സ്വന്തം മധുമൊഴിയാളെ രാവിൽ എന്താ നോക്കുന്നേ? എന്താ നോക്കുന്നേന്ന്? അതാ നോക്കുന്നല്ലേ. ഞാനേ ഒരു ചെടിയുടെ മരുന്ന് ഇവിടെ കൊണ്ടുവച്ചു, അത് നോക്ക്. നീ കണ്ടായിരുന്നു? അത് അളിയും കുടിച്ച് തീർത്തായിരുന്നല്ലോ. സൂഡോമോണോസ്. എന്ത് സൂഡോമോണോസ് ആണോന്ന്? മൊണാലിസ ലിസൊന്നും അല്ല അച്ഛാ. അച്ഛനാ പറഞ്ഞ ഉദ്ദേശിച്ച സാധനം അളി അടിച്ച് തീർത്ത്. ഏതാരോടാ അച്ഛൻ എന്തിനാ എന്റെ മുമ്പിൽ കിടന്ന് ഇങ്ങനെ നാടൻ കളിക്കുന്നേ? പുള്ളി തീർത്താടേ. തീർത്ത് അവയുടെ പോയി അമ്മയെ ചേട്ടത്തി ഏറെ കയറ്റുന്ന പേടിച്ചിട്ട് തീരിട്ട് മുങ്ങി കിടക്കുക. ശരി
അല്ല നോക്കണ്ട, അത് മൊത്തം കുടിച്ച് തീർത്തതാ അളിയ. ആണേ ആ ഫീലിംഗ് നൈറ്റ് സ്റ്റാറ്റസ് ഇട്ട് നമുക്ക് ഇറങ്ങി വെളിയിരിക്കാം. നമ്മൾ അവനെ കാണുമ്പോൾ തന്നെ രണ്ട് പൊട്ടി. എന്റെ ചേട്ടൻ വെളിയിരുന്ന ഭൂതം കണ്ട് പേടിച്ചു നാട് വിടും. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കഥ പഠിച്ച് കിടന്ന് ഉറങ്ങുന്ന വിചാരിക്കും. അങ്ങനെ നൈസായിട്ട് ഒന്ന് ലോറി മുട്ടുമ്പോഴത്തേക്ക് നമുക്ക് കൈയോടെ പിടിക്കാം. അടിച്ചല്ല ഇവൻ ഇത്രയും പേടിത്തൊണ്ടായിട്ട് എങ്ങനെ പോലീസുകാരനായെന്ന് എനിക്ക് മനസ്സിലാവും. പേടി അവൻ പേടിത്തൊണ്ടായിട്ടൊന്നുമല്ല, അവന്റെ ലോല ഹൃദയം വേണ്ട. ഞങ്ങളുടെ കുടുംബക്കാരല്ല എങ്ങനെയാ? അയ്യോ, എന്നിട്ട് അമ്മ മാത്രം എന്തെങ്ങനെ ഇപ്പേ? എന്താടി എനിക്ക് കുഴപ്പം? അമ്മയുടെ ലോല ഹൃദയമായിട്ടാണ് ഈ കണ്ട ഒരു മുഴുവൻ എന്നോട് എടുത്തേ. അതിന് ആവശ്യമില്ലാത്ത കാര്യം നീ പറഞ്ഞിട്ടല്ലേ? ചുമ്മാ രാത്രി ആൾക്കാരെ കേൾക്കുന്നു. എൻ്റെ കൂടെ കിടന്ന് അടിപൊളിയാകുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കി എൻ്റെ സ്വഭാവം അറിയുന്നത്. അല്ലുവിനെ നീ ആരാണ് അത് പറയാൻ? എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ഇവിടെ വഴക്കുണ്ടാക്കും, ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യും. അല്ലടി. ആ നെഞ്ചത്ത് ഇരിക്കുന്നത് ഞാനത് വിളിച്ചു നോക്കട്ടെ. വിളിക്കടാ അങ്ങോട്ട്. ടച്ച് കുറച്ച് സ്ലോയാ. അകത്തകത്ത് കിടന്ന് ഉറങ്ങുന്നു. എണീറ്റടാ. എന്റെ ഭൂതം. അയ്യോ പോറ്റി പോറ്റി പോറ്റിയല്ല സുമേഷ്. എണീക്ക എന്താ എണീക്ക എന്ത് എപ്പോഴാണ് നീ എൻ്റെ അകത്ത് വന്ന് കയറിയത്? എപ്പോൾ നീ എൻ്റെ അകത്ത് വന്ന് കയറിയത്? ഞാൻ വന്ന് കയറി ഇങ്ങോട്ട് എണീക്കടാ. എനിക്ക് നീ എങ്ങനെ ഇതിനകത്ത് വന്ന് കയറിയ? അത് പിന്നെ ഞാൻ വന്ന് ജനലിൽ കൂടെ നോക്കിയപ്പോഴേ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കുള്ള പണിയാണ്. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ വന്ന് കയറിയിട്ട് ഇങ്ങനെ വന്ന് കിടന്നു. എങ്ങനെയാടാ അച്ചാറ് കേടായത്? അച്ചാറ് കേടായത് ആ ചിരിക്കുന്നോ? നല്ല വിളിക്കാതെ കാര്യം പറയടാ. എങ്ങനെ കേടേ? അത് ഞാൻ നോക്കിയാൽ പെട്ടെന്ന് നോക്കിയാൽ സ്പൂൺ കിട്ടിയില്ല. പിന്നെ ഞാൻ വിരലുകൊണ്ടെടുത്ത് ഇങ്ങനെ നോക്കി. ആ നക്കുന്നതിന് മുമ്പ് നീ എന്താ കഴിച്ചേ? അതിന് മുമ്പ് അച്ചാറ് തന്നെ 2 പ്രാവശ്യം തന്നെ. സത്യം പറയടാ. പറ. എന്തുവാടാ നീ കഴിച്ചേ? ഒരു 30. എടാ ചെറുക്കൻ, നീ പൈങ്കിളിയുടെ തലയെ തൊട്ട് സത്യം ചെയ്തല്ലേ നീ മേലെ കുടിക്കലെന്നാ? അത് ഞാൻ വാങ്ങിച്ചു കുടിക്കൂലെന്നല്ലേ സത്യം ചെയ്തത്. അപ്പം നീ ഓസി. അതെന്ന് പറഞ്ഞാൽ ഷിബു വാങ്ങിച്ച് കുടിച്ചിട്ടേ കുറച്ച് തന്നത്. എന്നാ എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യ്. ഇവിടെ ബക്കറ്റും മോപ്പും ഞാൻ വെച്ചിട്ടുണ്ട്. ശരി, ഈ വീട് മുഴുവൻ തുടച്ചിട്ട് നീ ഇവിടെ വന്ന് കിടന്നാ മതി. അയ്യോ ഞാനാ? ആ നീ അല്ല പിന്നെ ആരാ? നീ തന്നെ ചെയ്താൽ മതി. ആശ അവൻ ചെയ്യുന്നുണ്ടോ നോക്കണം. അവന്റെ ഒടുക്കത്തില്ല ചറുതീറ്റ. എന്റെ വലത്തോക്ക ഞാൻ കൊടുക്കട്ടോ. ചേട്ടന്റെ വലത്തോ കൊടു. ഒരു തുള്ളി എങ്ങനെ തന്നോളായിരുന്നു. രാത്രി ഞാൻ ഇപ്പൊ ഇവിടെ തൂത്ത് തുടങ്ങണം അല്ലേ? തുടക്കി തൂത്ത് തുട ഇങ്ങനെ എന്തായാലും സാരമില്ല. ഞാൻ നിനക്ക് തരൂ. ഞാൻ തുടച്ചോളാം. ഞാൻ വേറെ ഒപ്പിച്ചോളാം.